ഒരു ഫുൾ ടൈം ഷോ ആയിട്ട് മിമിക്രി ഒന്നും നടത്താൻ പറ്റുന്ന ഒരു ശേഷി ഇപ്പോൾ ഇല്ല ആർക്കാക്ക്. അതാണ്. അല്ലാണ്ട് ആളുകൾ നല്ലത് കണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ ഭയപ്പാട് അങ്ങനെ നടത്താൻ പറ്റില്ല എന്നുള്ളൊരു. അല്ല, ടെലിവിഷൻ ഷോ ഒരു പക്ഷേ മിമിക്രി എന്നുള്ള കലയെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, വേറെ സംഭവമുണ്ട്. ഇത് ഇപ്പം ഞങ്ങളും ചെയ്യുമ്പോഴും ടെലിവിഷൻ ഷോക്ക് ഞങ്ങൾ പോകുമായിരുന്നു. സലീമൻ ടെലിവിഷൻ നന്നായി ചെയ്തില്ലേ? കോമി കോളേജിലൊക്കെ പിന്നെ ഒത്തിരി സംഭവം ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് ഒരിക്കലും ടി വിയിലും അവതരിപ്പിക്കില്ല. അത് സ്റ്റേജിൽ കൂടി കണ്ടാൽ മതി. അപ്പോൾ ആർക്കും കയറി നിരങ്ങാവുന്ന ഒരു മേഖല. അല്ല, ഇപ്പം അതല്ല. ഒരുത്തൻ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന പരിപാടി യാതൊരു ഇതില്ലാതെ മറ്റവൻ കൊണ്ട് ടി വി കൊണ്ട് കാണിക്കുന്നു. ഒരു മര്യാദയില്ല. ഒരു മര്യാദയില്ലാതെ. അപ്പോൾ ഒരു കലാരൂപമാണ് അതിനകത്തുനിന്ന് നശിച്ചു പോയത്. ഒരു കലാരൂപത്തിൻ്റെ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. എന്തായാലും മിമിക്രിയാണ് നമുക്ക് അന്നം തന്നുള്ളതുകൊണ്ട് അതിനോട് ബഹുമാനമുണ്ട്. തീർച്ചയായിട്ടും അതിനോട് മാത്രം. നേരത്തെ ഒരു കാര്യം ചോദിച്ചല്ലോ, ഈ മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരുപാട് ആൾക്കാർ, അത് പല ആൾക്കാരും അത് ആ പശ്ചാത്തലം ഒന്ന് വേണ്ടാന്ന് വെക്കുകയാണ്. ബയോഗ്രഫി എഴുതുകയാണെങ്കിൽ ആ ഭാഗം കട്ടികളയും. എന്താ അഭിപ്രായം? അത് ഓരോരുത്തരുടെ വ്യക്തിത്വമാണ്. അതൊക്കെ ഒരു മര്യാദക്കാരനായല്ലോ ഇപ്പോൾ സലീം പെട്ടെന്ന്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ എന്നെ ആക്കിയത് ഞാനൊരു മെയ് മാസം 31-ാം തീയതി എറണാകുളം ഫൈനാൻസ് കാർഡിൽ വെച്ച് ഞാൻ നിലവിളിച്ചു പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത്. ആർക്കും മനസ്സിലായില്ല എന്താണെന്ന് ഞാൻ അറിയണത്. അപ്പോൾ എല്ലാവരും വന്ന് എന്നെ ആശ്വസിപ്പിച്ച് വേറെ എന്തോ പ്രശ്നമാണെന്ന് വെച്ചിട്ട് ഞാൻ പറയാനും പോയില്ല. ഞാൻ പറഞ്ഞു, നാളെ തുടങ്ങി എൻ്റെ ഒരു ചേട്ടൻ മരിച്ചു, പിന്നെ ഞാനും ഉണ്ട്, അമ്മയുണ്ട്, ഒരു സഹോദരി, ഈ സഹോദരിയുടെ മകൻ. ഞങ്ങൾ 4 ഇനി ആഗസ്റ്റ് മാസം ഓണം. മെയ് കഴിഞ്ഞു, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്. ഈ 3 മാസം കൊണ്ട് 250 രൂപ എൻ്റെ കയ്യിലുള്ളൂ. എങ്ങനെ ജീവിക്കും? അതോർത്താണ് ഞാൻ കരഞ്ഞു പോയത്. പക്ഷേ അത് പിന്നീടത് അപ്പോഴാണ് ഈ ടെലിവിഷൻ ഷോ വന്നത്. പക്ഷേ ടെലിവിഷനിലായിരുന്നെങ്കിൽ സലീം കുമാർ ദാരിദ്ര്യം കൊണ്ട് ചത്തുപോയിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല.